അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിവരമുള്ള പണ്ഡിതന്മാർ തീർച്ചയായും സമൂഹത്തിൽ വരുന്ന തിന്മകൾക്കെതിരെ ഉത്ബോധനം ചെയ്യൽ അവരുടെ ഉത്തരവാദിത്വമാണ്. അതവർ നിർവഹിക്കുന്നുണ്ട്. ഭാര്യമാരെ പ്രദർശിപ്പിച്ചുകൊണ്ട് യൂട്യൂബിലൂടെ വരുമാനമുണ്ടാക്കുന്ന പാണ്ടിക്കാട്, അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് മതപ്രഭാഷകന്മാർ പല ഇടങ്ങളിലും അത്തരത്തിലുള്ള ആളുകൾ, പാണ്ടിക്കാടെന്ന് മാത്രമല്ല, അത്തരത്തിൽ ഭാര്യമാരെ സൗന്ദര്യ പ്രദർശനം നടത്തിക്കൊണ്ട് ഉണ്ടാക്കുന്ന വീഡിയോയെക്കുറിച്ച് ഒരുപാട് വിമർശനങ്ങൾ വരാറുണ്ട്. അതിനെതിരെ അവരും വലിയ തോതിൽ പ്രതിഷേധിക്കാറുണ്ട്. ഇപ്പോൾ പാണ്ടിക്കാട് വലിയ തോതിൽ ഉസ്താദന്മാർക്കെതിരെ തിരിഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥ, ഉസ്താദന്മാരെ കളിയാക്കിക്കൊണ്ടുള്ള ഒരു വീഡിയോ പുറത്തിറക്കിയപ്പോൾ തീർച്ചയായും സത്യത്തെ കളിയാക്കൽ കൊണ്ട് അത് സത്യമല്ലാതെ ആവുകയില്ല. അവർ ചെയ്യുന്ന സമൂഹത്തിൽ നടക്കുന്ന തിന്മകൾ നാം ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ നമുക്ക് എന്തും ചെയ്യാം. നമ്മുടെ ശരീരമാണ്, നമ്മുടെ സ്വാതന്ത്ര്യമാണ്, ആർക്കും എന്തും ചെയ്യാം. അത് അവരവരുടെ ഉത്തരവാദിത്വമാണ്. എന്നാലും ഇത്തരത്തിലുള്ള തിന്മകൾ നടക്കുമ്പോൾ അതിനെതിരെ ജനങ്ങളെ ബോധവാന്മാരാക്കുക എന്നുള്ളത് പണ്ഡിതന്മാരുടെ ഉത്തരവാദിത്തമാണ്. അത് ഖിയാമത്ത് നാൾ ഇവിടെ നിലനിൽക്കുകയും ചെയ്യും. മറ്റുള്ള മുസ്ലിമുകൾ ചെയ്യുന്നുണ്ട്, ഞാൻ ചെയ്യുമ്പോൾ മാത്രമാണ് വലിയ പ്രയാസമെന്ന് പറയുമ്പോൾ തീർച്ചയായും മറ്റുള്ളവർ ചെയ്യുന്നത് കൊണ്ട് ഞാൻ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ ചോദിക്കുമ്പോൾ അതിനുള്ള മറുപടിയാകുമോ? അത് അള്ളാഹുവിനടുക്കൽ ഇന്നല്ലെങ്കിൽ നാളെ മരണപ്പെട്ടു പോയി ശാശ്വതമായി കിടക്കേണ്ട ഖബറിൽ തീർച്ചയായും അള്ളാഹു നാം കൃത്യമായി മറുപടി കൊടുക്കേണ്ടി വരും. ഇത് താൽക്കാലികമാണ്. പെട്ടെന്ന് എപ്പോൾ എവിടെ എങ്ങനെ ഒന്നും അറിയില്ല. അടുത്ത നിമിഷത്തിൽ നമുക്കെന്ത് സംഭവിക്കുമെന്ന് ഒരാൾക്കും അറിയില്ല. അത്രയും ചെറിയ ഒരു ജീവിതത്തിൽ നാം ഇത്തരത്തിലുള്ള കളിയാക്കണം. അതുപോലെ പരിശുദ്ധമായ ഇസ്ലാമിനെതിരായി നമുക്കെന്ത് വേണമെങ്കിൽ ചെയ്യാം. അതവരവരുടെ സ്വാതന്ത്ര്യമാണ്. പരിശുദ്ധമായി ഇസ്ലാമിൻ്റെ ഫർദ, ഇസ്ലാമിൻ്റെ വേഷവിധാനം, ഇസ്ലാമിൻ്റെ പേരും വെച്ച് ഇസ്ലാമിനെതിരായി പരിശുദ്ധ ദീനിനെതിരായിട്ടുള്ള ചില കാട്ടിക്കൂട്ടലുകൾ കാണുമ്പോൾ അതിനെതിരെ ഉത്ബോധനം ചെയ്യുക എന്നുള്ളത് പണ്ഡിതന്മാരുടെ ദൗത്യം അവർ നിർവഹിക്കുമ്പോൾ അത് ഉൾക്കൊള്ളാതെ അവഗണിക്കാൻ അതവരവരുടെ സ്വാതന്ത്ര്യമാണ്. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ദീനിയായ ബോധമുള്ളവരെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. എല്ലാവരെയും വിമർശിക്കുന്നത്, അവരെ വിമർശിച്ചതുകൊണ്ട് ഉസ്താദന്മാർക്ക് ഇവിടെ എന്തെങ്കിലും ഒരു നേട്ടം കിട്ടാനോ ഒന്നും പോകാനില്ല. കാരണം നന്മ ഉപദേശിക്കുക എന്നുള്ളത് അവരുടെ ദൗത്യമാണ്. കാരണം വിശുദ്ധ ഖുർആനിൽ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നത് ഈ മനുഷ്യരെ പ്രത്യേകിച്ച് കുന്തും ഖൈറു ഉമ്മ എന്നാണ്, നിങ്ങൾ ഉത്തമ സമുദായം എന്നാണ്. ഈ മുസ്ലിമുകൾ മറ്റു സമുദായത്തിന് മാതൃകയാകേണ്ടവരാണ്. ഉഖ്രിജത ലിന്നാസ്, അവരയച്ചത് മറ്റു സമുദായത്തിലേക്ക് മാതൃകയാകേണ്ടവരാണ്. അവരാരാണ്? തഅമുറൂന ബിൽ മഅറൂഫ് വ തൻഹൗന അനിൽ മുൻകർ, അവർ നല്ലത് കൽപ്പിക്കുകയും ചീത്തയെ വിരോധിക്കുകയും ചെയ്യേണ്ടവരും അവർ അള്ളാഹുവിൽ വിശ്വസിച്ചവരാണ്. അത്തരക്കാർ മാതൃകയാകേണ്ടവർ പോലും ഇത്തരത്തിലുള്ള വളരെ മോശമായ രീതിയിലുള്ള വീഡിയോസുകൾ പുറത്തിറക്കുമ്പോൾ അതിനെതിരെ ഉസ്താദന്മാർ സംസാരിക്കൽ അത്യാവശ്യമാണ്. മാതൃകമാകേണ്ടവരെന്ന് പോലും ഇത്തരത്തിലുള്ള വേണ്ടാവൃത്തികൾ, നമ്മുടെ മുസ്ലിം സമുദായത്തിൻ്റെ കല്യാണങ്ങൾ നോക്ക്, മറ്റു സമുദായത്തിലെ കല്യാണങ്ങൾ എത്ര മാന്യതയോടു കൂടി നടക്കുന്നു. മുസ്ലിങ്ങൾ കാട്ടിക്കൂട്ടുന്ന ഓരോ പ്രവർത്തികൾ എത്രത്തോളം അത് ഇസ്ലാമിനെ ബാധിക്കുന്നുണ്ടെന്ന് ഈ ചെറുപ്പക്കാർ അറിയുന്നില്ല. തീർച്ചയായും പരിശുദ്ധ ഇസ്ലാമിൽ എത്ര ലളിതമായിരുന്നു നിക്കാഹ്, കല്യാണമൊക്കെ. നമ്മുടെ ഇസ്ലാമിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് മുസ്ലിമീങ്ങളും ചെറുപ്പക്കാറുകളും കാട്ടിക്കൂട്ടുന്ന കല്യാണത്തിൻ്റെ പേരിലുണ്ടാകുന്ന ഒരുപാട് വിഷയങ്ങൾ, ഇതിനെതിരെ പണ്ഡിതന്മാർ തീർച്ചയായും അവർ ഉത്ബോധനം ചെയ്യുക എന്നുള്ളത് അവരുടെ ദൗത്യം അവർ നിർവഹിക്കുന്നുണ്ട്. അതിനെതിരെ കളിയാക്കുകയും കൊഞ്ഞനകുത്തുകയും ചെയ്താൽ ഇത് ഖിയാമത്ത് നാൾ വരെ തുടരുക തന്നെ ചെയ്യും. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരും സ്വാലിഹീങ്ങളിൽ പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും.